നമസ്കാരം. ഈ എമ്പുരാൻ വിഷയത്തിൽ ആർ.പി. തോട്ട്സ് ചെയ്യണ്ട എന്ന് തന്നെ തീരുമാനിച്ചതാണ്. പക്ഷേ ചില കാര്യങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്ന ഈ അവസ്ഥയിൽ പറയാതിരിക്കാൻ വയ്യാതാനും. ഏറെ ദുഃഖത്തോടെയാണ് എമ്പുരാൻ സിനിമയോടുള്ള വിയോജിപ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ രേഖപ്പെടുത്തിയത്. എൻ്റെ ഫേസ്ബുക്ക് പേജ് പലരും ചോദിച്ചു. കാരണം ഒരൊറ്റ വിഷയത്തിൽ ഇത്രയധികം പോസ്റ്റുകൾ ഞാൻ ഒരിക്കലും ഇട്ടിട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം അത്രയ്ക്ക് വിഷമത്തോടു കൂടി തന്നെയാണ് നമുക്ക് ആ സിനിമയെ എതിർക്കേണ്ടി വന്നത്. കാരണം മോഹൻലാലിൻ്റെ ഭാഗത്തു നിന്ന് ഒരിക്കലും നമ്മൾ ഇത്തരം കാര്യങ്ങൾ പ്രതീക്ഷിച്ചില്ല. മോഹൻലാൽ ഇതിൽ പൂർണ്ണമായും നിരപരാധിയാണ്, അദ്ദേഹം ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഏതെങ്കിലും മലയാളിക്ക് സാധിക്കുമോ? ആരെങ്കിലും തുറന്നു പറഞ്ഞില്ലെങ്കിൽ തന്നെ അങ്ങനെ സാധിക്കുമോ എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. പക്ഷേ ഈ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഇങ്ങനെ ഒരു വിവാദത്തിൽ പെടുകയും ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ഏറ്റവും അവസാനം കേട്ടതനുസരിച്ച് 17 കട്ടുണ്ട് റീസെൻസറിങ്ങിൽ. അതിനുശേഷമാണ് ഇനി ഈ സിനിമ നാളെ തൊട്ട് അല്ലെങ്കിൽ ഇന്ന് രാത്രി മുതൽ കാണിക്കാൻ തുടങ്ങുക. അതിനുശേഷം ഈ സിനിമയുടെ കാര്യം എന്താകുമെന്നുള്ളത് ആർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ എമ്പുരാൻ വിവാദം ഉണ്ടായതുകൊണ്ട് മറ്റൊരു അണിയറയിൽ ഒരുങ്ങുന്ന സിനിമ അത് ഇനി ഇറങ്ങാനുള്ള സാധ്യത ഇല്ലാതായിരിക്കുന്നു. ഇതുപോലെ അജണ്ട സെറ്റ് ചെയ്ത മറ്റൊരു സിനിമയാണ്. അതേതാണെന്ന് ഞാൻ പറയാം. പക്ഷേ അതിനു മുമ്പ് എമ്പുരാൻ്റെ ചില കാര്യങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ. ഈ സിനിമയെക്കുറിച്ച് എന്തായാലും ഈ സിനിമ കഴിഞ്ഞ 11 വർഷമായി ഈ രാജ്യം ഭരിക്കുന്നത് BJP ആണ്. BJPയുടെ സംവിധാനം എല്ലായിടത്തും ഉണ്ട്. BJPയുടെ അംഗങ്ങൾ അല്ലെങ്കിൽ BJP നിർദ്ദേശിച്ചവർ, സംഘപരിവാർ ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്നവർ സെൻസർ ബോർഡിലുണ്ട്. ഈ സംവിധാനങ്ങളിലെല്ലാം ഉണ്ടായിട്ടും വളരെ നൈസായിട്ട് ഇങ്ങനെ ഒരു ദേശവിരുദ്ധ സിനിമ ഇറങ്ങാൻ സാധിച്ചു എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. അത് പറയാതെ വയ്യതാനും. പക്ഷേ ഇനിയെങ്കിലും ഈ സിനിമയ്ക്കെതിരെ ശക്തമായ അന്വേഷണം നടക്കണം. എങ്ങനെയാണ് ഈ സിനിമ വന്ന വഴി? സിനിമയുടെ കണ്ടൻറ്റിനെ കുറിച്ചല്ല, മറിച്ച് ഈ സിനിമ എങ്ങനെ നിർമ്മിക്കപ്പെട്ടു എന്നുള്ളതിനെക്കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ലൈക്ക പ്രൊഡക്ഷൻസ് ആണ് ഈ സിനിമയുടെ ആദ്യത്തെ ഭാഗത്തിൽ അവരാണ് സഹകരിച്ചിരുന്നതെന്ന് നമ്മൾ അറിയുന്നു. ലൈക്ക പ്രൊഡക്ഷൻസ് തമിഴ്നാട് ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇതിൻ്റെ യഥാർത്ഥ ഉടമ ആരാണ് എന്ന് മലയാളികൾ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ യഥാർത്ഥ ഉടമ സുഭാഷ്കരൻ അള്ളിരാജ എന്ന് പറയുന്ന ഒരു ശ്രീലങ്കൻ തമിഴാണ്. 53 വയസ്സുള്ള അദ്ദേഹം ജനിച്ചത് ജാഫ്നയിലാണ്. അദ്ദേഹം പിന്നെ ബ്രിട്ടനിലേക്ക് കുടിയേറുകയും ബ്രിട്ടീഷ് സിറ്റിസൺ ആകുകയും ചെയ്ത ആളാണ്. ലൈക്ക മൊബൈൽസ് അങ്ങനെ ഒരു വലിയ ബിസിനസ് സാമ്രാജ്യമാണ് അദ്ദേഹം കെട്ടിപ്പടുത്തത്. പക്ഷേ അതോടൊപ്പം വിവാദ പുരുഷൻ കൂടിയാണ് ഈ പറയുന്ന സുഭാഷ്കരൻ അള്ളിരാജ. LTT ശ്രീലങ്ക സർക്കാർ യുദ്ധം നടക്കുമ്പോൾ LTTക്ക് വേണ്ടി ധാരാളം പണമൊഴുക്കിയ ഒരു ബ്രിട്ടീഷ് പൗരൻ എന്നുള്ള നിലയിലാണ് ഇദ്ദേഹത്തെ ശ്രീലങ്കയിലെ മാധ്യമങ്ങൾ കണ്ടിരുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനമാകട്ടെ LTT അവസാനിച്ചു, യുദ്ധം അവസാനിച്ചു. ഇപ്പോൾ അദ്ദേഹം ശ്രീലങ്കയിലെ മഹിന്ദ രാജപക്ഷെ സർക്കാരും അവരുടെ ഭരണവർഗവുമായി അടുക്കുന്നു എന്നും മഹിന്ദയുടെ ബിനാമിയാണ് യഥാർത്ഥത്തിൽ ഇദ്ദേഹം എന്നും ഒക്കെ അവിടെ ആരോപണങ്ങളുണ്ട്. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇദ്ദേഹത്തിൻ്റെ ബ്രിട്ടനിലെ നെറ്റ്വർക്കിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ സിനിമ വന്ന വഴിയും നമ്മൾക്ക് മനസ്സിലാവും. ചിലരൊക്കെ BBC കണക്ഷനും മറ്റു കാര്യങ്ങളും പറയുന്നുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ തീർച്ചയായിട്ടും ബ്രിട്ടനിൽ താമസമായ ഒരു വലിയ വ്യവസായി മലയാളത്തിൽ ഇങ്ങനെ ഒരു സിനിമ എടുക്കുന്നതിൻ്റെ പിന്നിൽ, അതും ഇത്രയും ബ്രഹ്മാണ്ഡ ചിത്രം എടുക്കുന്നതിൻ്റെ പിന്നിലും, ഈ ബ്രഹ്മാണ്ഡ ചിത്രത്തിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഇദ്ദേഹം ഇതിൽ നിന്ന് പിന്മാറുന്നതിൻ്റെ പിന്നിലും എന്തായിരുന്നു നടന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അന്വേഷിക്കണം. ഞാൻ എൻ്റെ ഊഹം പറയാം. തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട ഈ സിനിമയുടെ ദേശവിരുദ്ധത തിരിച്ചറിഞ്ഞ് തൻ്റെ ബിസിനസ്സിന് ഈ സിനിമ വലിയ തോതിൽ കോട്ടമുണ്ടാക്കുമെന്ന സുഭാഷ്കരൻ അള്ളിരാജയുടെ തിരിച്ചറിവായിരിക്കണം അദ്ദേഹത്തെ ഇതിൽ നിന്ന് പിന്മാറ്റാൻ പ്രേരിപ്പിച്ചത്. മാത്രവുമല്ല, മഹിന്ദ രാജപക്ഷെ ഉൾപ്പെടെ ഇപ്പോൾ അദ്ദേഹവുമായി അടുത്തു നിൽക്കുന്നുമുണ്ട്. മഹിന്ദ രാജപക്ഷയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം, ശ്രീലങ്കയിലെ ഇപ്പോഴത്തെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മഹിന്ദ തോറ്റുപോയ ആളാണ്. ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇന്ത്യയെ പിണക്കുക അല്ലെങ്കിൽ മോദിയെയും അമിത്ഷായെയും ഒക്കെ പിണക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ ആ തിരിച്ചറിവായിരിക്കണം ഇദ്ദേഹത്തെ ഈ പ്രൊഡക്ഷനിൽ നിന്ന് പിന്മാറാൻ പ്രേരിപ്പിച്ചതും ഇത് നേരെ ഗോകുലം ഗോപാലൻ എന്ന് പറയുന്ന വ്യവസായിയുടെ
തലയിൽ ചെന്ന് വീണതും. അതായിരിക്കണം കാരണം. പക്ഷേ ഇതിൻ്റെ തുടക്കത്തിൽ ഇത് കൺസീവ് ചെയ്തത്, ഇത് ഫിനാൻസ് ചെയ്തത്, ഇത് എങ്ങനെയാണ്, എന്താണ് ഇതിൻ്റെ ബ്രിട്ടീഷ് കണക്ഷൻ എന്നുള്ളത് കൃത്യമായി അന്വേഷിച്ച് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ വെളിപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതെൻ്റെ വിശ്വാസമാണ്. തീർച്ചയായിട്ടും അന്വേഷണം നടത്തേണ്ടത് കേന്ദ്ര ഏജൻസികളാണ്. ഞാൻ ഇതിന് കൃത്യമായി ഒരു ഡീപ്പ് സ്റ്റേറ്റ് കണക്ഷൻ കാണുന്നുണ്ട്. ആ ഡീപ്പ് സ്റ്റേറ്റ് കണക്ഷൻ അതിശയോക്തിയാണ് എന്ന് വിശ്വസിക്കുന്നവർക്ക്, പറയുന്നവർക്ക് അങ്ങനെ പറയാം. പക്ഷേ ഡീപ്പ് സ്റ്റേറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണ്. നമ്മളുടെ വിചാരം കേരളം എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ ഒരു തെക്കേ മൂലയിൽ കിടക്കുന്ന ഒരു ചെറിയ സംസ്ഥാനം, 3-3.5 കോടി ജനങ്ങളുള്ള ഒരു ചെറിയ സംസ്ഥാനം, ഇവിടെ ഡീപ്പ് സ്റ്റേറ്റ് എന്താക്കാൻ എന്നായിരിക്കും നമ്മൾ വിചാരിക്കുക. പക്ഷേ അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ. ഈ കേരളം എക്കാലത്തും ഇവരുടെയൊക്കെ വളരെ ശ്രദ്ധാകേന്ദ്രമാണ് എന്ന് നിരവധി വിഷയങ്ങളിലൂടെ നമുക്കറിയാം. നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടാവും, വർഷങ്ങൾ മുമ്പ് ഇവിടെ വന്ന 2 കണ്ടെയ്നറുകളെക്കുറിച്ച്. കള്ളനോട്ട് കണ്ടെയ്നറുകൾ, വ്യാജ നോട്ടുകളായിരുന്നു. അത് കോടിക്കണക്കിന് രൂപയുടെ നോട്ടുകളായിരുന്നു, ലക്ഷം കോടി രൂപയുടെ നോട്ടുകളായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ പിടിച്ചു എന്ന് പറയുന്ന കോടിക്കണക്കിന് രൂപയുടെ കള്ളനോട്ടുകൾ അല്ലെങ്കിൽ വ്യാജ നോട്ടുകളുടെയൊക്കെ ഇരട്ടി വരും യഥാർത്ഥത്തിൽ കണ്ടെയ്നറുകളിൽ ഇവിടെ വന്ന നോട്ടുകൾ. ഈ നോട്ടൊക്കെ എവിടെ പോയി എന്ന് നമുക്കറിയില്ല. ഈ നോട്ട് ആർക്ക് പോയി എന്ന് നമുക്കറിയില്ല. എന്തായാലും കേരളം ഇക്കാര്യത്തിൽ ഒരു സേഫ് ഗ്രൗണ്ടാണ് എന്ന് ഈ മാഫിയകൾക്ക് പണ്ടേ മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണിത്. 2012 തോന്നുന്നു ഇന്ത്യ ടുഡേ നടത്തിയ ഒരു സ്റ്റിംഗ് ഓപ്പറേഷനിൽ അവർ കൃത്യമായി പറയുന്നത് ഈ വ്യാജ നോട്ടുകളും കള്ളപ്പണവും ഒഴുകുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വ്യാപരിക്കുന്ന ഒരു മേഖല കേരളത്തിൻ്റെ സിനിമാ മേഖലയാണ് എന്നാണ്. ഈ സിനിമാ മേഖലയിലെ മട്ടാഞ്ചേരി മാഫിയയുടെ ഉദയവും അതുമായി ബന്ധപ്പെട്ട മറ്റു പ്രവർത്തനങ്ങളുമൊക്കെ നിങ്ങൾ വിലയിരുത്തിയാൽ മതി, നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. കേരളത്തിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി ദേശീയതയെ ഒരു മോശം വാക്കാക്കി മാറ്റുന്ന, ദേശീയതയെ വർഗീയതയാക്കി മാറ്റുന്ന, എല്ലാ സിനിമകളിലും ചടങ്ങ് പോലെ ബീഫ് വിളമ്പുന്ന, എല്ലാ ഹിന്ദു ബിംബങ്ങളെയും ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ നൈസായിട്ട് ട്രോളുന്ന, കളിയാക്കുന്ന അല്ലെങ്കിൽ എതിർക്കുന്ന അജണ്ട സെറ്റ് ചെയ്ത സിനിമകൾ എത്രയോ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. എത്ര സിനിമകൾ വേണമെങ്കിൽ കാണിച്ചു തരാം. ഒരു ചടങ്ങ് പോലെ ഏത് സിനിമ നോക്കിയാലും അതിനുള്ളിൽ ബീഫ് കാണും. ഈ ഒരൊറ്റ സിനിമകൾ ഒരിക്കലും, അല്ലെങ്കിൽ അങ്കമാലി ഡയറീസ് പോലെ ഒരു സിനിമ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരൊറ്റ സിനിമയിലും പന്നിയിറച്ചിയെക്കുറിച്ച് ആരും പറഞ്ഞത് നമ്മൾ കേട്ടിട്ടില്ല. എന്താ ഇവിടെ പന്നിയിറച്ചി കഴിക്കാത്ത ആൾക്കാരുണ്ടോ? ഇവിടെ തുളസിത്തറയെ വരെ അപമാനിക്കുന്ന, വെറുതെ ഒരു കാര്യവുമില്ലാതെ അതിലേക്ക് കുത്തിക്കയറ്റുകയാണ് തുളസിത്തറയെ അപമാനിക്കാൻ. എന്തൊരു തറയാണിത് എന്നൊരു നായകൻ ചോദിക്കുകയാണ്. ഇങ്ങനെ എത്രയെത്ര സിനിമകളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇതൊക്കെ വളരെ നിഷ്കളങ്കമാണെന്നാണോ നിങ്ങൾ കരുതുന്നത്? പക്ഷേ എതിർക്കത്തക്കവണ്ണം അല്ലെങ്കിൽ വലിയ തോതിൽ എതിർക്കത്തക്കവണ്ണം യാതൊന്നും ഇതിനകത്തില്ല എന്ന് കരുതിയതുകൊണ്ടാവും ജനം മിണ്ടാതിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതൊക്കെ അവോയ്ഡ് ചെയ്യുക, ഇതൊക്കെ എത്ര കാലമായിട്ട് ഇതൊക്കെ നടക്കുന്നു, ഇതിനൊന്നും യാതൊരു ഫലവും ഉണ്ടാവില്ല എന്ന ആത്മവിശ്വാസമായിരിക്കാം. പക്ഷേ ഇങ്ങനെ ഒരു പാൻ ഇന്ത്യ മൂവിയായിട്ട് ഇത്രയും കോടിക്കണക്കിന് രൂപ മുടക്കി ഇങ്ങനെ ഒരു അജണ്ട സെറ്റ് ചെയ്തൊരു സിനിമ വരുമ്പോൾ അതിനെ നമ്മൾക്ക് ഒരിക്കലും അവഗണിക്കാൻ സാധിക്കില്ല. ഈ പൃഥ്വിരാജ് സിനിമയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ. ഇത് വളരെ കൃത്യമായി മോഹൻലാലിനെ വെച്ച് തന്നെ ഈ സിനിമ ഇറക്കിയതിൻ്റെ പിന്നിൽ ഒരു അജണ്ടയുണ്ട് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ സംശയിക്കുകയേ വേണ്ട. കാരണം ഡീപ്പ് സ്റ്റേറ്റ് പ്രവർത്തിക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഭാരതത്തിനുള്ളിൽ കുഴപ്പങ്ങളെല്ലാം ഉണ്ടാക്കാൻ ഇവരെല്ലാം ശ്രമിക്കുന്നത് ഭാരതത്തിനുള്ളിലെ ആൾക്കാരെ ഉപയോഗിച്ച് തന്നെയാണ്. ഇപ്പോൾ ഈ എമ്പുരാനിൽ തന്നെ ഒരു കാര്യവുമില്ലാതെയാണ് ഈ ഗോദ്ര അനന്തര കലാപവും അല്ലെങ്കിൽ 2002 ഗുജറാത്തും ഒക്കെ കൊണ്ടുവന്നത്. ഡ്രഗ് കാർട്ടലിൻ്റെ കഥ പറയുന്ന അവിടെ ഇതൊരു ഏച്ചുകെട്ടലാണ് എന്നുള്ളത് വളരെ കൃത്യമാണ്. പക്ഷേ ഈ ഏച്ചുകെട്ടലിലാണ് ഒരു പക്ഷേ ഈ അജണ്ട സെറ്റ് ചെയ്തിരിക്കുന്നത്, ഇതിൻ്റെ പിന്നിലെ ഫിനാൻസ്, ഇതിൻ്റെ പിന്നിലെ പണമൊഴുക്ക് ഉറപ്പിച്ചിരിക്കുന്നത്, ഡീൽ ഉറപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് വളരെ നിസ്സാരമായി നിഷ്കളങ്കമായി കാണേണ്ട ഒരു ആക്ടിവിറ്റി അല്ല. അതുകൊണ്ട് തന്നെയാണ് എമ്പുരാൻ എന്ന സിനിമയെ എതിർക്കേണ്ടി വരുന്നത്, അത് ബഹിഷ്കരിക്കണമെന്ന് പൊതുജനങ്ങളോട് പറയേണ്ടി വരുന്നത്. തരത്തിൽ പോയി കളിക്കട എന്നൊക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടത്തക്കവണ്ണം ആത്മവിശ്വാസം ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ട് ഇതിൻ്റെ അണിയറ പ്രവർത്തകരുമായി ബന്ധപ്പെട്ടവർക്കുണ്ടെങ്കിൽ ആ ആത്മവിശ്വാസം എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളതും അന്വേഷിക്കേണ്ടത് തന്നെയാണ്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഈ എമ്പുരാൻ സിനിമയുടെ സ്ക്രിപ്റ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇത് മുരളി ഗോപിയാണോ ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എഴുതിയത് എന്ന് ഇത് കാണുന്ന ആർക്കും സംശയം തോന്നാം. കാരണം അദ്ദേഹത്തിൻ്റെ നേരത്തെയുള്ള സിനിമകൾ കണ്ടിട്ടുള്ളവർക്കെല്ലാം. എന്തായാലും ഇവിടുത്തെ അതിതീവ്രവാദികൾ പോലും ചിന്തിക്കാത്ത
ഡാം ബോംബ് വെച്ച് പൊട്ടിക്കുന്ന, അണക്കെട്ട് ബോംബ് വെച്ച് പൊട്ടിക്കുന്ന ഐഡിയ വരെ ഈ സിനിമയിൽ കടന്നു കയറിയിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയിൽ ഒരു കൃത്യമായ മോഷണം കൂടിയുണ്ട്, ഒരു ഐഡിയ മോഷണം കൂടിയുണ്ട് എന്നുള്ളത് കൂടി അധികം ആരും ചർച്ച ചെയ്യാത്തതുകൊണ്ട് പറയട്ടെ. ഫാമിലി മാൻ എന്നുള്ള സീരീസ് നമ്മളുടെ OTTയിൽ കണ്ടിട്ടുള്ളവർക്കറിയാം. സീരീസാണത്. അദ്ദേഹം ഒരു ഇൻ്റലിജൻസ് ഓഫീസറായിട്ട്, അദ്ദേഹം ഒരു രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ഒരു സീരീസാണ്. അതിന് 2 സീസണോ മറ്റോ വന്നു കഴിഞ്ഞു. ഒന്ന് ഇസ്ലാമിക തീവ്രവാദവുമായി ബന്ധപ്പെട്ടതും മറ്റേത് തമിഴ് തീവ്രവാദവുമായി ബന്ധപ്പെട്ടതുമാണ്. ഇതിൽ ഇസ്ലാമിക തീവ്രവാദവുമായി ബന്ധപ്പെട്ട സീസണിലെ എപ്പിസോഡുകളിൽ നീരജ് മാധവ് എന്ന് പറയുന്ന കഥാപാത്രം ചെയ്ത അതേ കാര്യത്തിലെ അതേ ബാക്ക്ഗ്രൗണ്ടാണ് ഇപ്പോൾ ഈ സിനിമയിൽ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് പൃഥ്വിരാജിൻ്റെ ഈ റോള് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം വന്നിരിക്കുന്നതെന്നും കൂടി പറഞ്ഞു വെക്കുക. കാരണം ഇതൊക്കെ കാണുന്നവർ മലയാളികൾക്കിടയിൽ ഉണ്ട് എന്ന് എല്ലാവരും അറിയണമല്ലോ. ഫാമിലി മാൻ കാണുമ്പോൾ ഒരിക്കലും നമുക്ക് ഇങ്ങനെ ഒരു ഐഡിയ സെറ്റ് ചെയ്യുന്നതായിട്ട് തോന്നുന്നില്ല. അതിൽ ഇസ്ലാമിക തീവ്രവാദത്തെ പൂർണ്ണമായി എതിർക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. അതിൽ BJP അനുകൂലമോ അല്ലെങ്കിൽ ഈവൻ ദേശീയതയെ പോലും വലിയ തോതിൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒന്നുമില്ല. പക്ഷേ ഒരിക്കലും അത് കാണുമ്പോൾ ഇതൊരു പ്രൊപ്പഗാൻഡ സിനിമയാണെന്ന് നമുക്ക് ഒരിക്കലും തോന്നില്ല, അല്ലെങ്കിൽ ആ സീസൺ കാണുമ്പോൾ. പക്ഷേ എമ്പുരാനിൽ കാണുന്നത് അങ്ങനെയല്ല. ഒരു പരിധി വരെ ഈ ഭീകരവാദത്തെ, തീവ്രവാദത്തെ ഗ്ലോറിഫൈ ചെയ്യാനുള്ള ഒരു ശ്രമമാണ് ഈ സിനിമയിൽ കാണുന്നതെന്ന് പറയാതെ വയ്യ. എന്തായാലും ഇതിനെക്കുറിച്ച് അന്വേഷണം നടക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സിനിമയുടെ കാര്യമുണ്ട്, തുടക്കത്തിൽ പറഞ്ഞത്, അതായത് എമ്പുരാൻ എഫക്റ്റ് കാരണം ഇല്ലാതാകുന്ന ഒരു സിനിമ. ആ സിനിമ വേറൊന്നുമല്ല, അത് വാര്യംകുന്നനെ കുറിച്ചുള്ള സിനിമയാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വലിയ വിവാദമായി നിന്ന ആ പ്രോജക്റ്റിന് ഇപ്പോൾ വീണ്ടും ജീവൻ വെച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ അറിയുന്നത്. ആ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ചിലരൊക്കെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. ആ പ്രോജക്റ്റ് വീണ്ടും കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നാണ് നമ്മൾ അറിയുന്നത്. അത് സത്യമാണെങ്കിൽ എന്തായാലും ആ സിനിമ ഇനി ഇറങ്ങില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഈ എമ്പുരാൻ സിനിമ, അല്ലെങ്കിൽ ഇത് ഇത്രയും വലിയ വിവാദങ്ങളിൽ പെട്ട ശേഷം ഈ വാര്യംകുന്നനെക്കുറിച്ചുള്ള ഈ സിനിമ ആര് ഫിനാൻസ് ചെയ്യുമെന്നുള്ള വലിയ ചോദ്യചിഹ്നമുണ്ട്. കാരണം ആര് ഫിനാൻസ് ചെയ്താലും അവരുടെ പണത്തിൻ്റെ സ്രോതസ്സിനെക്കുറിച്ച് അന്വേഷണം ഉണ്ടാകും. ഇനി രണ്ടാമത്തെ കാര്യം ഈ സിനിമയുടെ സെൻസറിങ് ആണ്. എന്തായാലും എമ്പുരാൻ കണ്ടതുപോലെ സെൻസർ ബോർഡ് അംഗങ്ങൾ ആരും തന്നെ അത്ര കാഷ്വലായിട്ട് ഇനി ഇതുപോലെ വരുന്ന ഒരു സിനിമ കാണില്ല എന്നുള്ളത് ഉറപ്പാണ്. എമ്പുരാൻ ഇമ്പാക്റ്റിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് കൂടിയാണ് ഇത്. നമസ്കാരം.